ഹലോ, നമ്മുടെ ഫുഡ് പ്രോസസ്സർ വീഡിയോ ഇട്ടതിന് കുറച്ച് നല്ല റെസ്പോൺസസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. എൻ്റെ കയ്യിലുള്ളത് പ്രീതിൻ്റെ സയോൺ മിക്സർ ഗ്രൈൻഡറാണ്. ഇതിൻ്റെ ഫുഡ് പ്രോസസ്സറിൽ സ്ലൈസിങ് ബ്ലേഡ് ഉണ്ട്, ഗ്രേറ്റിംഗ് ഉണ്ട്, ചോപ്പിംഗ് ഉണ്ട്, അതുപോലെ ചപ്പാത്തി നീഡിങ്ങും പറ്റുവേ. അപ്പോൾ ഓരോന്നും ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ള റിവ്യൂ ആണ് ഇത്. സ്ലൈസിങ് ബ്ലേഡ് വെച്ചിട്ടാണ് ഞാൻ ബീൻസ് അരിഞ്ഞേക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഹോൾഡറിൽ ബീൻസ് നല്ലോണം ടൈറ്റായിട്ട് വെക്കണം, അല്ലെങ്കിൽ ചെരിഞ്ഞു പോയിട്ട് ചെരിഞ്ഞ കട്ട് വരാൻ ചാൻസ് ഉണ്ട്. ബീൻസ് എനിക്ക് നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നേ. അടുത്ത സവാളയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നേ. നല്ല രീതിയിൽ സവാളയും എനിക്ക് സ്ലൈസായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെമോ കാണിക്കാനായിട്ട് ഞാനൊരു ക്യാരറ്റ് കൂടെ സ്ലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ലാസ്റ്റ് വന്ന ഭാഗം ചെരിഞ്ഞു പോയതുകൊണ്ടാണ് ചെരിഞ്ഞ കട്ട് വന്നേക്കുന്നത്. പിന്നീട് നമ്മൾ ഗ്രേറ്റിംഗ് ബ്ലേഡ് വെച്ചിട്ട് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നീട് ചോപ്പിംഗ് ബ്ലേഡ് വെച്ചിട്ട് ക്യാരറ്റ് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ഈ ഫുഡ് പ്രോസസ്സർ ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷെ വെണ്ടയ്ക്ക വഴുതനങ്ങ പോലെ കൊഴിഞ്ഞു പോകുന്ന പച്ചക്കറികൾ ഇതിലരിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടുവേ. കാരണം ഞാൻ വെണ്ടയ്ക്ക അരിഞ്ഞിട്ട് തോരൻ വെക്കാൻ നോക്കിയപ്പം അത് കൊഴിഞ്ഞു പോയി. ചപ്പാത്തി കുഴയ്ക്കുന്നതിൻ്റെ വേറൊരു വീഡിയോ ഇടാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടാറ്റാ.